നമസ്കാരം. പാകിസ്ഥാൻ ബേസ്ഡ് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് കാലാകാലങ്ങളായി ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ മിലിറ്ററിയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. സൈനിക ഡ്രോണുകളും സൈനിക വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററി 7/5/2025 അർദ്ധരാത്രിയിൽ പാകിസ്ഥാൻ്റെ 9 ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ സൈനിക ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ്റെ നൂറുകണക്കിന് കൊടും ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യയിൽ മൗലാന മസൂദ് അസറിൻ്റെ നേതൃത്വത്തിൽ പല സമയങ്ങളിൽ പല ഭീകര ആക്രമണം നടത്തിയതിലൂടെ അനാഥമാക്കപ്പെട്ട നൂറുകണക്കിന് കുടുംബാംഗങ്ങളുടെ ശാപമാണ് ഇപ്പോൾ മൗലാന മസൂദ് അസർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ മിലിറ്ററി കൃത്യമായും കണിശമായും നടത്തിയതിനു ശേഷം പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടികളിൽ നിന്നും വിട്ടുനിന്ന ഇന്ത്യൻ മിലിറ്ററിയെ പാകിസ്ഥാൻ മിലിറ്ററി വീണ്ടും പ്രകോപിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യയും ലോകരാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ സിന്ദൂർ 2 പാകിസ്ഥാനെതിരെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ മിലിറ്ററിയുടെ ഹെയറോൺ ഡ്രോണുകളും പ്രിസിഷൻ മിസൈലുകളും അതുപോലെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും പാകിസ്ഥാൻ്റെ പല സിറ്റികളായ കറാച്ചിയിലും ലാഹോറിലും അതുപോലെ സിയാൽകോട്ടിലും ശക്തമായ ബോംബിംഗ് കാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പാകിസ്ഥാൻ മിലിറ്ററി അവരുടെ ഡ്രോണുകളും മിസൈലുകളും ഫൈറ്റർ എയർക്രാഫ്റ്റുകളും ഉപയോഗിച്ച് ഇന്ത്യയിലെ പല തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ബോംബിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ എയർ ഡിഫൻസ് വജ്രായുധമായ S-400 അതുപോലെ ആകാശ് മിസൈൽ സിസ്റ്റവും പാകിസ്ഥാൻ്റെ സൈനിക ആക്രമണങ്ങളെ ഫലപ്രദമായി തടയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മിലിറ്ററി ഓപ്പറേഷൻ ഒരു ഭാഗത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളും ടൗണുകളും സായുധമായി പിടിച്ചടക്കിക്കൊണ്ട് ആ പ്രദേശങ്ങൾ പാകിസ്ഥാൻ്റെ ദുർഭരണത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. പാകിസ്ഥാൻ മിലിറ്ററി ഇന്ത്യക്കെതിരെയുള്ള മിലിറ്ററി ഓപ്പറേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാനിനും അഫ്ഗാനിസ്ഥാനിനും ഇടയിലുള്ള ഡ്യൂറൻഡ് ലൈൻ ഭേദിച്ച് പാകിസ്ഥാൻ്റെ ബോർഡർ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. എല്ലാ അതിർത്തികളിൽ നിന്നും മിലിറ്ററി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പതനം അത്യാസന്നമായിരിക്കുകയാണ് ഇപ്പോൾ.